And right now, the search is on to find and return an American student missing in China. Police. ചൈനയിലുള്ള പേരൻസിന് ഒരു കോൾ വരാണ്. US പഠിക്കുന്ന തൻ്റെ മകൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു, തിരിച്ചു കിട്ടണമെങ്കിൽ $80,000 കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു ഫോട്ടോയും വരുന്നു. അപ്പോൾ പേടിച്ചു പോയ അവർ അപ്പോൾ തന്നെ ആ ഫണ്ട് റിലീസ് ചെയ്യണം. പിന്നീട് 4 ദിവസത്തിന് ശേഷം പോലീസ് അവൻ്റെ ജീവനോടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒരു ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് അവനെ കണ്ടെത്തുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് അവനെ തട്ടിക്കൊണ്ടുപോയത്? ഇവിടെ അവനെ തട്ടിക്കൊണ്ടുപോയവർ അവനെ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള ഒരു ടെൻറ്റിലേക്ക് മാറ്റുന്നു. അവന് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ ആ ഒരു ടെൻറ്റിലുണ്ടായിരുന്നു. പിന്നീട് ഇവൻ്റെ ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയാണ്. അങ്ങനെ പൈസ കിട്ടിയതിന് ശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സൈബർ ക്രൈമാണ്. ടെക്നോളജി ബേസിസിൽ ഡേ ടു ഡേ ലെവലിലാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദുരുപയോഗത്തിലും. സോ വി നീഡ് ടു ബി കെയർഫുൾ. Thank you for watching. See you next video.